ഹായ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം. വാഴപ്പൂ അല്ലെങ്കിൽ മാണി ഇതുകൊണ്ടൊരു വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. അതിനായി ഒരു മാണി എടുക്കുക. അത് നന്നായി ചെറുതാക്കി മുറിച്ച് വൃത്തിയായി കഴുകി വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൈകൊണ്ട് ഞെരടി വയ്ക്കുക. ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും ആ മാണിയിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് ഞെരടി നമ്മൾ വയ്ക്കണം. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ്. നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്ന ചിലവ് കുറഞ്ഞ ഒരു വസ്തു, വളരെ പോഷകമായത്. അതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഒരു അരമുറി തേങ്ങ ചിരകിയിടുക. 2 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അരയരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ഒരു 10 എണ്ണം അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റണം. ഉള്ളിയുടെ ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാണി അല്ലെങ്കിൽ വാഴപ്പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞളും ഉപ്പും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൂവ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. അതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. പരിപ്പിന് പകരം ചെറുപയറോ മുതിരയോ നിങ്ങൾക്ക് ചേർക്കാം, അത് ഓപ്ഷണലാണ്. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കുക. വീണ്ടും നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മാണിയും പരിപ്പും എല്ലാം വെന്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ നടുഭാഗം ഒന്ന് വകഞ്ഞ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ചു വെച്ചിരിക്കുന്ന ആ നാളികേരക്കൂട്ട് ഇട്ട് ഒന്ന് മൂടി കൊടുക്കുക. അതിനുശേഷം ചിക്കി എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നാളികേരത്തിൻ്റെയും ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ആ മണവും ആ രുചിയും ഇതിലെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം കൂടി വേവിക്കുക. നമ്മളുടെ തോരൻ റെഡിയായി. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഒന്നും കൂടി എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ തോരൻ റെഡിയായിരിക്കുന്നു. വളരെ ഔഷധ ഗുണവും വളരെ രുചികരമായ ഒരു തോരനാണ്. നിങ്ങളും ഇത് ചെയ്തു നോക്കുക. വളരെ ചിലവ് കുറഞ്ഞ നമ്മുടെ തൊടിയിൽ കിട്ടുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.